ഓക്കെ സ്റ്റുഡൻസ്, നമ്മളിന്ന് മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്സിൽ രണ്ടാമത്തെ ടെക്നിക്സിൽ അതായത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ള ടെക്നിക്കിൽ പ്രോബ്ലം നമ്പർ 4 ഡിസ്കസ് ചെയ്യുന്നു. ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് അവൈലബിൾ. ആനുവൽ ഡിമാൻഡ്, ആനുവൽ കൺസംഷനാണ് ആനുവൽ ഡിമാൻഡ് 2400 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെയും ഈ UQ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതായിരിക്കും കിട്ടുക? നമുക്ക് യൂണിറ്റ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, യൂണിറ്റ് പ്രൈസ് കോസ്റ്റ് പെർ യൂണിറ്റ് ₹2.4 ഉണ്ട്. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ അതിന് നമുക്ക് ₹4 വരുന്നുണ്ട്. സ്റ്റോറേജ് കോസ്റ്റ് 2% പെർ ആനം വരുന്നുണ്ട്, 2% വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു ക്യാരിയിങ് കോസ്റ്റും കൂടി വരുന്നുണ്ട്. നമുക്ക് ആ ചോദ്യത്തിൽ 2% വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റും ഉണ്ട്, സ്റ്റോറേജ് കോസ്റ്റും ഉണ്ട്, 2ഉം 4ഉം. അപ്പോൾ 4 6 വരും. ഓക്കെ, അതുകൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് 2.4 നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇത് കണ്ടോ, ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. അപ്പോൾ 10 + 2 എന്ന് 12 വരും. 10 + 2 12. അപ്പോൾ നമുക്ക് 12% അപ്ലൈ ചെയ്യേണ്ടത്. 2.4ൻ്റെ 12% അപ്ലൈ ചെയ്യണം. അപ്പോൾ 2.4ൻ്റെ 12% എന്ന് പറഞ്ഞാൽ വരും. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന പ്രായം സ്റ്റോറേജ് 2%, ഇൻട്രസ്റ്റ് റേറ്റ് 10%. അപ്പോൾ 12% വരും. അപ്പോൾ 2.4ൻ്റെ 10 2.10 4% ഇൻട്രസ്റ്റ് റേറ്റ് 10ഉം അപ്പോൾ 12%. അപ്പോൾ 2.4ൻ്റെ 12%, 2.4ൻ്റെ 12% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.88 വരും. 0.288 ആണ് വരിക കേട്ടോ. അപ്പോൾ അത് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. ലീഡ് ടൈം ഹാഫ് മന്ത് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇക്കോണമിക് ഓർഡർ ക്വാണ്ടിറ്റി ആൻഡ് ടോട്ടൽ ആനുവൽ എൻട്രി കോസ്റ്റ്, ഒരു ഐറ്റം കൂടി കൂടുതൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷനിലേക്ക് വരാം. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോർമുലയ്ക്ക് കിടക്കുകയാണ്. √2AO/C എന്നുള്ളത് 2CO/I എന്നിടുന്നു. 2CO/I A ഈക്വൽസ് അല്ല, C ഈക്വൽസ് ആനുവൽ കൺസംഷൻ. ആനുവൽ കൺസംഷൻ എത്രയാണ് നമ്മളുടെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നത്? 2400 യൂണിറ്റ്സ്. 2400 യൂണിറ്റ്സ്. ഓക്കെ, 2400 യൂണിറ്റ്സ്. ദെൻ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? റുപ്പീസ്. ഓർഡറിങ് കോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ₹4 ആണ്. ഓർഡറിങ് കോസ്റ്റ് ₹4. ദെൻ ക്യാരിയിങ് കോസ്റ്റ് തന്നിരിക്കുന്നത് 2% ഉണ്ട്. 2% + 10%. 2% + 10%. 2% + 10%. എന്തിൻ്റെ 2% ഓഫ് റുപ്പീസ് 2.4 ഓഫ് 2.40. 2.40 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12%. ഏതിൻ്റെ 12%? 2.4ൻ്റെ 12%. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 2.4 × 12%. അപ്പോൾ എത്ര വരും? 2.4 × 12%. 12% 0.288. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് വരാം. ഈ UQയിലേക്ക് കിടക്കുമ്പോൾ 2 × അതിൻ്റെ കൺസംഷൻ, ആനുവൽ കൺസംഷൻ 2400 ആണ്. അപ്പോൾ 2400 × O എന്ന് പറയുന്നത് ₹4. ₹4. അതിനുശേഷം അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് I കൊണ്ട് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ്, C എന്നുള്ളത് ക്യാരിയിങ് കോസ്റ്റ്, അതായത് I എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 0.288 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 288 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വരുന്ന ആൻസർ നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ഫോട്ടോ ടൈപ്പ് ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരുമ്പോൾ ആൻസർ എത്ര വരും? എത്രയാണ് കിട്ടുന്നത് അതാണ് അതിൻ്റെ യൂണിറ്റ് കേട്ടോ. 258 യൂണിറ്റ്, 258 യൂണിറ്റ്സ് വരും. ഇതാണ് നമ്മുടെ ഇതിലേക്ക് വരുന്ന യൂണിറ്റ്സ് കേട്ടോ, യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വർഷത്തെ പർച്ചേസ് ചെയ്യുന്നത് 2400. ഒരു വർഷത്തല്ല, ഒരു വർഷത്തെ കൺസംഷനാണ് 2400. അപ്പോൾ 2400 യൂണിറ്റ് ഒരു വർഷം ഓർഡർ ചെയ്യുന്നു. അതിന് 2.4 വെച്ച് എത്ര രൂപ വരും നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ 5750 രൂപയാണ് നമ്മളോട് കാണുന്നത്. ഇൻവെൻറ്ററി കോസ്റ്റാണ്, ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ്. അതായത് ഒരു വർഷത്തെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആകുമ്പോൾ മെറ്റീരിയൽ കൊടുക്കുന്ന കോസ്റ്റ് മാത്രം പോരാ, ക്യാരിയിങ് കോസ്റ്റും വേണം, അതുപോലെ തന്നെ ഇൻവെൻറ്ററി ഇൻട്രസ്റ്റും വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് 5750 രൂപ മെറ്റീരിയലിൻ്റെ കോസ്റ്റായിട്ട് വരും. 2400 × 2.4. ഓക്കെ, പിന്നെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 258 യൂണിറ്റാണ് ഒരു പ്രാവശ്യം ഓർഡർ ചെയ്യണം. അതിന് 2.4 വെച്ച് ആണ്. അതിൻ്റെ റേറ്റ് ഓഫ് ക്യാരിയിങ് കോസ്റ്റ് 10ഉം 2ഉം 12% ആണ്.
അപ്പോൾ അത് നമ്മൾ ആവറേജ് എടുക്കണം, അതിൻ്റെ ഹാഫ് എടുക്കണം, അതിൻ്റെ ഹാഫ് ഇപ്പോഴല്ലേ കാലം 258 യൂണിറ്റ്സ് ഹാവ് ബീൻ മൾട്ടിപ്ലൈഡ് ബൈ ഹാഫ് ബിക്കോസ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി ഇൻ സ്റ്റോർ ഈസ് ടു ബി ടേക്കൺ. അപ്പോൾ ഈ 2400 യൂണിറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ലല്ലോ. 2400 എപ്പോഴും നമ്മൾ ഒരു വർഷം കൊണ്ടാണ് 2400 യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഒരു വർഷം കൊണ്ട് 2400 യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഒരു പ്രാവശ്യം 258 യൂണിറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് നമ്മൾ ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് എടുക്കാൻ നമ്മൾ ഹാഫ് എടുക്കുക. അതാണ് അതിൻ്റെ ലോജിക്കാണത്, അല്ലാണ്ട് ഒരു നിയമമൊന്നുമല്ല. അതായത് ഒരു വർഷം നമ്മൾ 2400 യൂണിറ്റ് നമ്മുടെ സ്റ്റോറിലൂടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ എത്ര ഓർഡർ വരും? ഒരു 258, അതായത് 2400 258 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓർഡർ കിട്ടും, ഓർഡറിങ് കോസ്റ്റ്. അപ്പോൾ അത് നമ്മൾ ഹാഫ് പോർഷനായിട്ട്, ബിക്കോസ് ഹാഫ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി ഇൻ സ്റ്റോർ ഈസ് ടു ബി ടേക്കൺ. അപ്പോൾ അതുകൊണ്ട് ഹാഫ് പോർഷനാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ 258 ഇൻറ്റു 2.4 ഇൻറ്റു 12% കണ്ടതിന് ശേഷം അതിൻ്റെ ഹാഫ് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ 37.15 വരും. 37.15 വരും. ഓക്കെ. ഇനി ഓർഡറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എത്ര ഓർഡർ നമ്മൾ നടത്തുന്നത്? 2400/58. നേരത്തെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ആനുവൽ കൺസംഷനെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2400 258 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.3 ഓർഡേഴ്സ് വരും. ഇത് റൗണ്ട് ചെയ്യുമ്പോൾ 0.3 വിട്ടുകളയരുത്. അത് കൂടി കൂട്ടിയിട്ടിട്ട് നമ്മൾ 0.1 ആയാലും 0.5 ആയാലും 0.9 ആയാലും നമ്മൾ തൊട്ടടുത്ത് വരുന്ന മുകളിൽ വരുന്ന സംഖ്യയിലേക്ക് അതിന് റൗണ്ട് ചെയ്യുക. അപ്പോൾ 10 ഓർഡേഴ്സ് എന്നാണ് പറയുക. 10 ഓർഡേഴ്സ്. അതുകൊണ്ടാണ് 10 × 4 അല്ലേ. 10 × 4 എന്ന് പറയുമ്പോൾ 40 എന്നാണ് പറയുക. 40 ഓക്കെ. ഇനി അതെല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? നമുക്ക് ആ എല്ലാ സംഖ്യകളും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത്? 5750 അതാണ് ആദ്യം. 5750 പ്ലസ് 5750 പ്ലസ് പിന്നെ എത്രയാണ്? 37.15 പ്ലസ് 40 അപ്പോൾ എത്ര വരും? പ്ലസ് ഇല്ല, പ്ലസ് 40. ഓക്കെ. അപ്പോൾ 27 അപ്പോൾ ഒന്നുകൂടി നോക്കാം. 5750 അല്ലേ. 5750 പ്ലസ് 3750 പ്ലസ് 37.15 പ്ലസ് 40 ഈക്വൽസ് 5827.15 5827.15 5827.15 ഇതാണ് ഇവിടുത്തെ ഇൻവെൻട്രി കോസ്റ്റ് ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ ആ കാൽക്കുലേഷൻ ഒന്നുകൂടി നോക്കാം. എന്താണ് കാൽക്കുലേഷൻ? 2400 ഇൻറ്റു 2.4 ഓക്കെ. അപ്പോൾ 5760 5760 വരുന്നത്. ഓക്കെ. 60 ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയേക്കാം. അപ്പോൾ 2400 യൂണിറ്റാണ് ആനുവൽ കൺസംഷൻ. 2400 ഇൻറ്റു 2.4 5760. പിന്നെ അടുത്ത കാൽക്കുലേഷൻ വരുന്നത് 258 ഇൻറ്റു 2.4 ഇൻറ്റു 12%. 12% എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ബൈ 2 എന്ന് പറയുമ്പോൾ 37.15 ഓക്കെ. അത് കറക്റ്റാണ്. പിന്നെ 10 ഓർഡർ 10 × 4 10 ഓർഡർ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമുക്കൊന്ന് ഒന്നുകൂടി നോക്കാം. 5760 പ്ലസ് 37.15 പ്ലസ് 40 എന്ന് പറയുമ്പോൾ 58 27 അല്ല 58 ഇതാണ് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് കേട്ടോ. അത് ഇൻവെൻട്രി കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? വാങ്ങിയ വില എഴുതണം, ഒരു വർഷത്തെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എഴുതണം, ക്യാരിയിങ് കോസ്റ്റ് എഴുതണം, ഓർഡറിങ് കോസ്റ്റ് എഴുതണം. ക്യാരിയിങ് കോസ്റ്റ് ആവറേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ബൈ 2 നമ്മൾ ചെയ്തു 1/2 ഹാഫ് പോർഷൻ എടുത്തിരിക്കുന്നത്. കാരണം 2400 യൂണിറ്റ് ഒരു വർഷത്തേക്കാണ്. ഈ 2400 യൂണിറ്റ് എപ്പോഴും സ്റ്റോറിലുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഈ നമ്മുടെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഹാഫ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഓർഡറിങ് കോസ്റ്റ് ഒരു ഓർഡറിൽ 250 യൂണിറ്റ് വരും, 258 യൂണിറ്റ് വരും. അപ്പോൾ 2400 യൂണിറ്റ് വാങ്ങിക്കാനായിട്ട് 2400/258 അങ്ങനെ 9.3 ഓർഡേഴ്സ് വരും. അത് റൗണ്ട് ചെയ്ത് നമ്മൾ 10 ഓർഡേഴ്സിലേക്ക് ആക്കി മാറ്റി. 0.3 വന്നാൽ ശരിയാവില്ല. പോയിൻ്റ് എന്ത് വന്നാലും നെക്സ്റ്റ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളിൽ കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പ്രോബ്ലം നമ്പർ എത്രയാണ്? 4. ഓക്കെ. താങ്ക് യു.